കഴിഞ്ഞ എപ്പിസോഡിൽ രാജകുമാരി സരസവല്ലി മുടന്തന്റെ വാക്കുകൾ കേട്ട് സ്വന്തം ഭർത്താവായ സന്മാർഗനെ വാളുകൊണ്ട് കൊലപ്പെടുത്തിയത് നമ്മൾ കണ്ടു. എന്നാൽ ആ കൊലപാതകത്തിന് സാക്ഷിയായിരുന്ന ഗുണഭദ്രൻ ഇനി എന്തു ചെയ്യും? യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുമോ? സന്മാർഗന്റെ മരണത്തിനു ശേഷം എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്? അറിയാൻ നമുക്ക് കഥയിലേക്ക് കടക്കാം. അത് കണ്ട് ഗുണഭദ്രൻ ഓടി വന്ന് അവളുടെ കയ്യിൽ പിടിച്ചു. ഇങ്ങനെ ക്രൂരമായി ഭർത്താവിനെ കൊലപ്പെടുത്തിയല്ലോ എന്ന് ചോദിച്ചു. സരസവല്ലി ഞെട്ടിപ്പോയി. തന്റെ കയ്യിലുണ്ടായിരുന്ന വാൾ താഴെയിട്ടിട്ട് അയ്യോ കൊലപാതകം കൊലപാതകം എന്ന് ഉറക്കെ നിലവിളിച്ചു ബഹളം വെച്ചു. നിലവിളി ശബ്ദം കേട്ട് എല്ലാവരും ഓടിയെത്തി. മന്ത്രിപുത്രൻ ഗുണഭദ്രൻ തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതിനു ശേഷം തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചു എന്ന് സരസവല്ലി പറഞ്ഞു. കാവൽക്കാർ ഗുണഭദ്രനെ അറസ്റ്റ് ചെയ്ത് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കി. വിവരമറിഞ്ഞ രാജാവ് അവനെ തൂക്കിലേറ്റാൻ ഉത്തരവിട്ടു. രാജാവിന്റെ ഉത്തരവ് നടപ്പിലാക്കുന്നതിനായി ഗുണഭദ്രനെ ജലാദിന്റെ, അതായത് കൊലയാളിയുടെ അടുക്കലേക്ക് കൊണ്ടുപോയി. കുറ്റവാളിയെ മന്ത്രി നോക്കി. അവന്റെ നിഷ്കളങ്കമായ മുഖം കണ്ട് അവൻ ഈ കൊലപാതകം ചെയ്തിട്ടുണ്ടാകില്ല എന്ന് അദ്ദേഹം കരുതി. കാവൽക്കാരെ വെളിയിലേക്ക് അയച്ചിട്ട്, ഗുണഭദ്ര, നിന്നെ കാണുമ്പോൾ ഈ കൊലപാതകം നീ ചെയ്തിട്ടുണ്ടാകില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. നീ സത്യാവസ്ഥ പറയുകയാണെങ്കിൽ എന്നെ കൊണ്ട് കഴിയുന്ന സഹായം നിനക്ക് ചെയ്തു തരാൻ എനിക്ക് സാധിക്കും എന്ന് മന്ത്രി പറഞ്ഞു. താനും തന്റെ സുഹൃത്ത് സന്മാർഗനും തങ്ങളുടെ നാട്ടിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ അതുവരെ നടന്ന എല്ലാ കാര്യങ്ങളും ഗുണഭദ്രൻ മന്ത്രിയോട് വിശദമായി പറഞ്ഞു. നീ പറഞ്ഞത് തെളിയിക്കാൻ സാധിക്കുമോ എന്ന് മന്ത്രി ചോദിച്ചു. ഇന്ന് രാത്രി മഠത്തിലേക്ക് പോയാൽ ഞാൻ പറഞ്ഞതിലെ സത്യാവസ്ഥ ബോധ്യപ്പെടും എന്ന് ഗുണഭദ്രൻ പറഞ്ഞു. അങ്ങനെയെങ്കിൽ നിനക്ക് നൽകിയിരിക്കുന്ന ശിക്ഷ നടപ്പിലാക്കാതെ ഞാൻ നിർത്തിവെക്കാം. ഇന്ന് രാത്രി നമുക്ക് മഠത്തിലേക്ക് പോയി നോക്കാം. നീ പറഞ്ഞത് സത്യമാണെങ്കിൽ രാജാവിനോട് പറഞ്ഞ് യഥാർത്ഥ കുറ്റവാളിയെ നമുക്ക് ശിക്ഷിക്കാം എന്ന് മന്ത്രി പറഞ്ഞു. ഗുണഭദ്രൻ അതിന് സമ്മതിച്ചു. കൂടാതെ യഥാർത്ഥ കുറ്റവാളിയെ കണ്ടുപിടിക്കുന്നതുവരെ സന്മാർഗന്റെ ശവം ശ്മശാനത്തിൽ കൊണ്ടുപോയി കത്തിക്കരുതെന്നും അവൻ മന്ത്രിയോട് അപേക്ഷിച്ചു. മന്ത്രി അവന്റെ ആ ആവശ്യം അംഗീകരിച്ചു. രാത്രിയിൽ മന്ത്രിയും ഗുണഭദ്രനും മഠത്തിലേക്ക് പോയി ഒളിച്ചിരുന്നു. അർദ്ധരാത്രിയിൽ രാജകുമാരി സരസവല്ലി അവിടെ എത്തി. അവൾ മുടന്തനോട്, കഴിഞ്ഞ രാത്രി നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ എന്റെ ഭർത്താവിനെ ഞാൻ വാളുകൊണ്ട് കഴുത്തറുത്തു കൊന്നു. ആ കൊലപാതക കുറ്റം മന്ത്രിപുത്രൻ ഗുണഭദ്രന്റെ മേൽ ചുമത്തുകയും ചെയ്തു എന്ന് പറഞ്ഞു. അവൾ പറഞ്ഞ കാര്യങ്ങൾ സ്വന്തം കാതുകളാൽ കേട്ട ഉടൻ ഒളിച്ചിരുന്ന മന്ത്രി കാവൽക്കാരെ വിളിച്ചു. മുടന്തനെയും സരസവല്ലിയെയും കെട്ടിയിട്ട് രാജാവിന്റെ മുന്നിൽ ഹാജരാക്കാൻ ഉത്തരവിട്ടു. തുടർന്ന് അദ്ദേഹം ഗുണഭദ്രനെയും കൂട്ടി രാജാവിന്റെ അടുക്കലേക്ക് പോയി. നടന്ന സംഭവങ്ങളെല്ലാം മന്ത്രി രാജാവിനോട് വിശദമായി പറഞ്ഞു. തനിക്ക് സംഭവിച്ച തെറ്റ് മനസ്സിലാക്കിയ രാജാവ് ഗുണഭദ്രൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞ് അവനെ ജയിൽ മോചിതനാക്കി. തന്റെ മകൾ സരസവല്ലിയെയും മുടന്തനെയും തൂക്കിലേറ്റാൻ അദ്ദേഹം ഉത്തരവിട്ടു. ഇടയിൽ കഥ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അപ്പോൾ വില്യസിംഗന്റെ വിധി എന്തായി? സന്മാർഗന്റെ ശരീരത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് വിക്രമവല്ലി, അതായത് സ്ത്രീ വേഷത്തിലുള്ള വിക്രമാദിത്യൻ ചെമ്പകവല്ലിയോട് ചോദിച്ചു. മുടന്തനെയും സരസവല്ലിയെയും തൂക്കിലേറ്റിയതിനു ശേഷം ചോഴനാട്ടിലെ രാജാവ് തീർത്ഥാടനത്തിനായി പല പുണ്യസ്ഥലങ്ങളിലേക്ക് പുറപ്പെട്ടു. പിന്നീട് ഗുണഭദ്രൻ തന്റെ സുഹൃത്തിന്റെ മൃതദേഹവും എടുത്തുകൊണ്ട് പല പുണ്യസ്ഥലങ്ങളിലേക്ക് യാത്രയായി. ഏതെങ്കിലും ഒരു പുണ്യസ്ഥലത്തിന്റെ മഹിമയാലോ ദൈവാനുഗ്രഹത്താലോ തന്റെ സുഹൃത്ത് ജീവനോടെ എഴുന്നേറ്റ് വരുമെന്ന് അവൻ വിശ്വസിച്ചു. എന്നാൽ അതുവരെ അവന്റെ ആ ആഗ്രഹം ഫലിച്ചതേയില്ല. അതുകൊണ്ട് താനും ആത്മഹത്യ ചെയ്യാൻ തീരുമാനിച്ചു. അതിനു മുൻപ് തന്റെ ഭാര്യയെ ഒന്ന് കണ്ടേക്കാം എന്ന് കരുതി ഗുണഭദ്രൻ കലിംഗ നാട്ടിലേക്ക് പുറപ്പെട്ടു. കലിംഗ നാട്ടിലെ മന്ത്രിയായ ശൂരൻ തന്റെ മരുമകനായ ഗുണഭദ്രനെ സ്വാഗതം ചെയ്ത് സൽക്കരിക്കുകയും അവന് താമസിക്കാനായി ഒരു പ്രത്യേക മാളിക ഏർപ്പാടാക്കി നൽകുകയും ചെയ്തു. അമ്മായച്ചൻ നൽകിയ മാളികയിലെ ഒരു മുറിയിൽ സുഹൃത്തിന്റെ മൃതദേഹം വെച്ചതിനു ശേഷം അതിന്റെ അരികിലായി അവൻ കിടന്നു. അന്ന് രാത്രി അവന്റെ ഭാര്യ അമൃതവല്ലി ഭർത്താവിനായി പലഹാരങ്ങളും പഴങ്ങളും കൊണ്ടുവന്നു. അവനാകട്ടെ ഉറങ്ങുന്നതായി അഭിനയിച്ച് കണ്ണുകൾ അടച്ചു കിടന്നു. യാത്രയുടെ ക്ഷീണം കാരണം ഉറങ്ങുന്ന ഭർത്താവിനെ ഉണർത്തേണ്ട എന്ന് കരുതി അവൾ അവന്റെ പാദങ്ങളിൽ തൊട്ട് വണങ്ങിയതിനു ശേഷം വെളിയിലേക്ക് പോയി. അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ ഗുണഭദ്രൻ അവളെ രഹസ്യമായി പിന്തുടർന്നു. അരികിലുള്ള ഒരു ക്ഷേത്രത്തിൽ ചെന്ന് അവൾ പ്രാർത്ഥിച്ചു. അമ്മേ, എന്റെ ഭർത്താവ് തിരിച്ചെത്തിയാൽ അങ്ങയുടെ തിരുനടികൾ എന്നെ തന്നെ ബലി നൽകാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ടായിരുന്നു. എന്റെ ഭർത്താവ് വന്നു കഴിഞ്ഞു. ആകയാൽ എന്റെ ബലി സ്വീകരിച്ചാലും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം കഴുത്ത് വെട്ടിമുറിക്കാൻ അമൃതവല്ലി തുനിഞ്ഞു. അപ്പോൾ കാളിദേവി പ്രത്യക്ഷപ്പെട്ട് അവളെ തടഞ്ഞു നിർത്തി. മോളെ, നിന്റെ ദൃഢനിശ്ചയവും പാതിവ്രതവും കണ്ട് ഞാൻ അത്യധികം സന്തോഷിച്ചു. നിന്റെ ഭർത്താവും നീയും നീണ്ട ആയുസോടെ ജീവിക്കും എന്ന് അനുഗ്രഹിച്ച് അപ്രത്യക്ഷയായി. ഗുണഭദ്രൻ അത് കണ്ടതിനു ശേഷം വേഗത്തിൽ തിരിച്ചു വന്ന് മുൻപത്തെ പോലെ തന്നെ കട്ടിലിൽ കിടന്നു. അമൃതവല്ലി ക്ഷേത്രത്തിൽ നിന്നും മടങ്ങിയെത്തി. ഭർത്താവ് ഇപ്പോഴും ഉറങ്ങുകയാണെന്ന് കരുതി കട്ടിലിനരികിൽ തന്നെ അവൾ കാത്തുനിന്നു. അല്പസമയത്തിനു ശേഷം അവൻ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽക്കുന്നതായി അഭിനയിച്ചിരുന്നു. അരികിൽ ഭാര്യ നിൽക്കുന്നത് കണ്ട് അത്ഭുതപ്പെടുന്ന ഭാവത്തിൽ, നീ എപ്പോഴാണ് വന്നത്? എന്തിനാണ് നിൽക്കുന്നത്? ഇരിക്കൂ എന്ന് പറഞ്ഞ് അവളെ കൈപിടിച്ച് അരികിലിരുത്തി. എന്നാൽ ക്ഷേത്രത്തിൽ നടന്ന അത്ഭുത സംഭവം അമൃതവല്ലിക്ക് അറിയാമായിരുന്നില്ല. അതേസമയം ഗുണഭദ്രന്റെ മനസ്സിൽ ഒരു പുതിയ പ്രതീക്ഷ ഉദിച്ചിരുന്നു. സുഹൃത്തായ സന്മാർഗനെ വീണ്ടും ജീവനോട് തിരികെ കൊണ്ടുവരാൻ ഗുണഭദ്രന് കഴിയുമോ? കാളിദേവിയുടെ അനുഗ്രഹം അവരുടെ ജീവിതത്തിൽ എന്തു മാറ്റമാണ് വരുത്താൻ പോകുന്നത്?
ഈ കഥയിലെ ഏറ്റവും അത്ഭുതകരമായ വഴിത്തിരിവ് ഇനി വരാനിരിക്കുകയാണ്. ഇന്നത്തെ കഥയിൽ നിങ്ങളെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ഏതാണ്? സ്വന്തം ജീവനേക്കാൾ സുഹൃത്തിന്റെ ജീവന് വില നൽകിയ ഗുണഭദ്രനോ അതോ ഭർത്താവിനോടുള്ള സ്നേഹവും വിശ്വാസവും കൊണ്ട് കാളിദേവിയെ പ്രസാദിപ്പിച്ച അമൃതവല്ലിയോ? നിങ്ങളുടെ ഉത്തരം കമന്റിൽ രേഖപ്പെടുത്തൂ. അടുത്ത എപ്പിസോഡിൽ ചെമ്പകവല്ലി തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ രഹസ്യം വെളിപ്പെടുത്താൻ പോവുകയാണ്. ഈ കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യൂ. ഇതുപോലുള്ള കഥകൾക്ക് കൊച്ചു സ്റ്റോറി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.